ഗോകുല് വിശന്നിരിക്കുമ്പോ സമൃദ്ധിക്ക് എങ്ങനെ കഴിക്കാൻ പറ്റൂ? ഗോകുല് വണ്ടി ഓടിച്ചോട്ടെ. സമൃദ്ധ ഇടയ്ക്കത് വായിൽ വെച്ചു കൊടുത്താൽ മതി. നിന്റെ മനസ്സിന് എന്നോടുള്ള പകയൊക്കെ എനിക്കറിയാം. അതൊക്കെ തൽക്കാലം അവിടെ തന്നെ ഇരുന്നോട്ടെ. ഈ അവസ്ഥയില് ആരോടെങ്കിലും വലുതും പറയാൻ ശ്രമിച്ച എല്ലാത്തിനുള്ള പ്രതിഫലം നീ എന്റെ കയ്യിൽ നിന്നും അഡ്വാൻസ് ആയി എന്റെ കമ്പനിയുടെ ഷെയറുകൾ കൈപ്പറ്റിയത് ഞാൻ തുറന്നങ്ങ് പറയും. അതോടെ കിടന്ന കിടപ്പില് നിന്നെ ഇവരും കൂടി അങ്ങ് ഉപേക്ഷിക്കും. അവധിക വേഗം ചെല്ലേ, അവര് വെയിറ്റ് ചെയ്യാ. അപ്പൊ രാജീവേ, എല്ലാം പറഞ്ഞതുപോലെ നമുക്ക് വന്നിട്ട് കാണാം. ഇങ്ങനൊരു യാത്ര എന്തായാലും നല്ലൊരു തീരുമാനമായിരുന്നു അല്ലേ മോനെ? അതെ അതെ. ഓഫീസിൽ നിന്ന് ഒരു ദിവസങ്ങളൊന്നും മാറി എന്നിട്ട് ഇത്ര നാളായി. ഞാനും ഈ വയസ്സുകാലത്ത് വീട്ടിലിരുന്ന് മടുത്തു. ദിവസവും രാവിലെ അടുക്കള ജോലി, തുണി കഴുകല്, ഭക്ഷണം കഴിക്കല്, ഉറങ്ങല്, ഇടയ്ക്കൊരു അമ്പലം. തീർന്നു പെണ്ണുങ്ങളുടെ ഒരു ദിവസം. സമൃദ്ധ എന്താ മിണ്ടാതിരിക്കുന്നേ? അമ്മ പറഞ്ഞ തന്നെ എനിക്കും പറയാനുള്ളത്. അവന്തികയുടെ പ്ലാൻ എന്തായാലും കലക്കി. എന്റെ പ്ലാനുകളൊക്കെ നീ കാണാൻ പോകുന്നല്ലേ ഉള്ളൂ. എനിക്ക് ഗൗരിമോളുടെ കാര്യം ഓർത്തിട്ടുള്ള വിഷമം മാത്രമേ ഉള്ളൂ. മോളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. അവളെ ഞാൻ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. അടുത്ത ട്രിപ്പ് നമുക്കൊരു വെക്കേഷൻ നോക്കി പ്ലാൻ ചെയ്യാം. അപ്പോ ഗൗരിയും ജിപ്പിയും ഒക്കെ കൊണ്ടുപോവാം. അയ്യോ, വയറ് ചൂളം വിളിച്ചു തുടങ്ങി. നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? ആ, ഏതെങ്കിലും റെസ്റ്റോറന്റിൽ നിർത്താം. ആഹാ, അതാ ഞാനും നോക്കുന്നേ. ഇവിടെ ഒന്നും നല്ല റെസ്റ്റോറന്റ് ഒന്നും കാണുന്നുമില്ല. സാരമില്ല, താൽക്കാലിക ആശ്വാസത്തിനുള്ളത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു യാത്ര പോകുമ്പോ നമ്മൾ ഇതൊക്കെ പ്രതീക്ഷിക്കണല്ലോ. എന്താ അതില്? ഞാൻ കുറച്ച് വെജിറ്റബിൾ സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ആഹാ, ഗൂഗിൾ ദാ. യോ വേണ്ട, വണ്ടി ഓടിക്കുമ്പോ കഴിക്കാൻ പറ്റില്ല. താൻ കഴിച്ചോ, ഞാൻ പിന്നെ കഴിച്ചോളാം. എന്നാ വണ്ടി നിർത്തിയിട്ട് നമുക്ക് കഴിച്ചിട്ട് പോവാം. ഗൂഗിളിലല്ലേ വിശക്കുന്നു എന്ന് പറഞ്ഞത്. അത് സാരമില്ല. ഇപ്പോ നല്ല സ്മൂത്ത് അടങ്ങ് പോവല്ലേ. ഇതങ്ങ് നിർത്തിക്കഴിഞ്ഞാ ആ ഫ്ലോ അങ്ങ് പോവും. താൻ കഴിച്ചോ? ഗോകുല് വിശന്നിരിക്കുമ്പോ സമൃദ്ധിക്ക് എങ്ങനെ കഴിക്കാൻ പറ്റൂ? ഗോകുല് വണ്ടി ഓടിച്ചോട്ടെ. സമൃദ്ധ ഇടയ്ക്കത് വായിൽ വെച്ചു കൊടുത്താൽ മതി. കഴിക്കേ.
മതിയമ്മേ, ഇനി കഴിച്ചാലേ എന്റെ വയറ് പൊട്ടും. അതൊക്കെ ചുമ്മാ. കഴിക്കുമ്പോഴേ വയറ് നിറച്ച് കഴിക്കണം. കഴിക്കും. കേസിന്റെ കാര്യത്തിന് ഒരു സ്ഥലം വരെ പോണം. സച്ചിയെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടാ ഞാൻ നേരെ ഇങ്ങോട്ട് പോകുന്നത്. അതിപ്പോ നന്നായില്ലേ? അതെ, അതുകൊണ്ട് രുചിയുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റി. വക്കീലാണെങ്കില് അമ്മയുടെ കൂടെ ഇവിടെ കുടിക്കാം, അതാ നല്ലത്. ചേച്ചി, വക്കീൽ ഫീസ് തരാതിരിക്കാനുള്ള വഴിയാണ് ഇത്. കണക്ക് നോക്കിയാലേ മോള് ചെയ്ത സഹായത്തിന് എത്ര പണം കൊടുത്താ പറ്റൂടി? എന്തിനാ പണം കൊടുക്കുന്നത്? ഇതിപ്പോ നമ്മുടെ കുടുംബ വക്കീലായില്ലേ. അത് ശരിയാ. മണവാളനെ മണവാടിക്ക് വിരുന്ന് കൊടുക്കുന്ന പോലെ ഉണ്ടല്ല. അടിപൊളി. നന്നായി. നല്ല കോലത്തിലാണല്ലോ വരവ്. എന്റെ കോലത്തിൽ എന്താ കുഴപ്പം? ദേ, ഒരു 2 എണ്ണം വിട്ടിട്ടുണ്ട്. ഇതുപോലെ ലോകത്താരും ചെയ്ത കാര്യമൊന്നുമല്ലല്ലോ. മക്കളെ നിക്കടി. എന്താ മോളവിടെ? എന്താടി മോളെ വിളിക്കേ. ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ? മോളെ വിളിക്കാൻ. കുട്ടികൾ വിടില്ല, രണ്ടുപേരും കൂട്ടുകാരുടെ വീട്ടിൽ പോയിരിക്കാം. അത് ശരി. അപ്പൊ എന്റെ മോളെ എന്നെ കാണിക്കില്ലെന്ന് എല്ലാരും കൂടെ തീരുമാനിച്ചല്ലേ? അങ്ങനെയെങ്കി അങ്ങനെ.